ശരി, ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ഇപ്പോൾ SBI എന്ന് പറയുന്ന രാജ്യത്തെ പരമോന്നത എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ബാങ്ക് സുപ്രീം കോടതിയിൽ ഇത്രത്തോളം ഡീറ്റെയിൽ ഇന്ത്യയിൽ അവർക്ക് ഈ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ടുകൾ കൊടുത്തത് ആരാണ്, അത് ആർക്കൊക്കെ കൊടുത്തു എന്ന് പറയാൻ മുട്ടുപറയാണ്. അവർ പറയില്ല. സാങ്കേതികമായി എന്തൊക്കെയോ അവർ തലചൊറിഞ്ഞ് നിൽക്കുന്നു. സുപ്രീം കോടതി കർശനമായ നിർദ്ദേശം കൊടുക്കും. നാളെ ആ രേഖകൾ പുറത്തു വരികയാണ്. രേഖകൾ പുറത്തു വന്നപ്പോഴും BJPക്ക് എത്ര കൊടുത്തു എന്ന വിവരങ്ങൾ പുറത്തു വരില്ലെന്ന് അത് നാളെ വരട്ടെ. അങ്ങനെ SBI നാണം കിട്ടുന്ന ദിവസമാണ്. അതുവഴി BJPക്കും കേന്ദ്ര സർക്കാരിനും തിരിച്ചടി കിട്ടിയൊരു ദിവസമാണ്. അത് പറയാൻ ധൈര്യമില്ല. ഇപ്പോൾ എന്താണ്, ഏത് കോർപ്പറേറ്റ് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര കോടി കൊടുത്തു എന്ന് പറയാൻ ധൈര്യമില്ലാത്ത നിൽക്കുന്ന ഒരവസ്ഥയിൽ അതടക്കം വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് 11-ാം മണിക്കൂറിലെ ഈ വിജ്ഞാപനം ഇറക്കൽ എന്ന് ആരോപിച്ചാൽ തെറ്റു പറയാൻ കഴിയുമോ ശ്രീ ഷാബു പ്രസാദ്? ആരും നിങ്ങൾക്ക് ആരോപിക്കുക ഇഷ്ടമുള്ളത് ആരോപിക്കുന്നതിൻ്റെ അകത്ത് എന്താ ഇവിടെ തെറ്റെന്താ? ആർക്ക് ഇഷ്ടമുള്ളതോ ആരെയും എന്തും പറയാം, എന്തും ആരോപിക്കാം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇവിടെ ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങളുടെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ അകത്ത് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. നിങ്ങൾ ആരോപിച്ചോളൂ, ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോപിച്ചോളൂ. അതിൻ്റെ അകത്ത് ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ സുപ്രീം കോടതിയും SBIയും തമ്മിലുള്ള ഇടപാടിൻ്റെ അകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിന് എന്താ കാര്യം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, ആയിക്കോട്ടെ, നിങ്ങൾക്ക് അങ്ങനെയും വിചാരിക്കാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ് SBI എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആരോപിക്കാം. അത് എന്തുമായിക്കോട്ടെ. എന്താണെങ്കിലും ആ കാര്യത്തിൽ ഇന്ന് തീരുമാനമായിട്ടുണ്ട്. 1-2 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ പുറത്തു വരും. നമുക്കത് അന്നേരം ചർച്ച ചെയ്യാം. പിന്നെ ഈ CAAയുടെ കാര്യം, ഈ CAA 2019 ഡിസംബറിൽ നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പിട്ട ലോ ഓഫ് ലാൻഡാണ് ഹാഷ്മി. ലോ ഓഫ് ലാൻഡാണത്. അത് ഇനിയിപ്പോൾ നടക്കില്ല എന്നൊന്നും പറയാനൊന്നും ഇവിടെ ആർക്കും കഴിയില്ല. പിന്നീടത് നടപ്പാക്കാൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് വൈകി. കോവിഡ് വന്നു, അങ്ങനെ പല കാര്യങ്ങൾ 2 വർഷത്തേക്ക് അങ്ങനെ പോയി. അത് വൈകി. അത് ഈ എത്രയോ കാലമായിട്ടുള്ള BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണത്. 2014 മുതലുള്ള BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. ഈ 2019 തെരഞ്ഞെടുപ്പിൽ 2019 പാസ്സാക്കിയ ഈ നിയമം ഇതുവരെ നടപ്പാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ, നിങ്ങൾ പിന്നെ എന്തിനു നടക്കുകയാവേ എന്ന് നാളെ നരേന്ദ്രമോദിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളത് ചോദിക്കുന്നതിന് മുമ്പ് അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം എക്സിക്യൂട്ട് ചെയ്യാൻ അതാണ് അവർ ചെയ്തത്. ബ്രഹ്മം വിചാരിച്ച് തടുക്കാൻ കഴിയില്ലെന്ന് പറയുന്നുണ്ട്. ഇതിനെതിരെ 200 ഹർജികൾ സുപ്രീം കോടതിയിലുണ്ട്. അത് കേട്ടപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് പറയുന്നത് ഇതിപ്പോ സ്റ്റേ ആവശ്യം ഉദിക്കുന്നില്ല. അതിന് കാരണം എന്താണ്? ചട്ടങ്ങൾ നിലവിൽ വന്നില്ല, അതുകൊണ്ട് നിലനിൽക്കുന്നതല്ല എന്ന് കോടതിയിൽ പറഞ്ഞവരാണ് ശ്രീ ഷാബു പ്രസാദ്. അപ്പോൾ കോടതി കേൾക്കാൻ പോവുകയാണ്. അപ്പോൾ ചട്ടം നിലവിൽ വരുമ്പോൾ സ്റ്റേ ആവശ്യം നിലനിൽക്കും. കോടതിയിലേക്ക് പോവുകയാണ്. കോടതിക്ക് തടയാൻ കഴിയുന്നതല്ലേ? ആരെ കൊണ്ട് വിചാരിച്ചാലും തടയാൻ കഴിയാത്തതാണോ അത്? ഇനിയും കോടതി വരട്ടെ. ഇനി ഇല്ല, ഭരണഘടനാ വിരുദ്ധമായൊരു നിയമം അല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കിടന്ന് കുറേ ഒച്ചയും വിളിയും ബഹളമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. കാര്യം അത് രാജ്യത്തെ നിയമമായി കഴിഞ്ഞ കാര്യമാണ്. ഇനിയും കോടതി എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് കോടതിയുടെ തീരുമാനങ്ങളും വിധിയും വരട്ടെ. അത് നമുക്കത് അന്നേരം ആലോചിക്കാം. പിന്നെ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ശ്രീ നൗഷാദ് അലിയും ആരാണ് നീലകണ്ഠനും ഒക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ നൗഷാദ് അലി പറഞ്ഞത് കറക്റ്റാണ്. നൗഷാദ് അലി പറഞ്ഞ ആ ഒരു താങ്കൾ ചോദിച്ച ചോദ്യവും നൗഷാദ് അലി പറഞ്ഞത് ഇത് BJPയുടെ ഒരു കുതന്ത്രമാണെങ്കിൽ നിങ്ങൾ എന്തിനിത് ചർച്ച ഇതിൻ്റെ അകത്ത് പോയി വീഴുന്നു? ഭരണഘടനാ വിരുദ്ധമായതുകൊണ്ട് അവഗണിച്ചു വിട്. നമ്മുടെ ഭരണഘടനയ്ക്ക് കടകവിരുദ്ധം നിൽക്കുന്നതായതുകൊണ്ടാണ് കൗശലവും ശരി. അത് BJPയുടെ ഉദ്ദേശം താങ്കൾ പറഞ്ഞ ധ്രുവീകരണമാണെങ്കിൽ കൂടിയും അത് ഭരണഘടനയുടെ കടകവിരുദ്ധം നിൽക്കലാണ്. അപ്പോൾ ചോദ്യം ചെയ്യണ്ടേ, അല്ലെങ്കിൽ പറയണ്ടേ, ചർച്ച ചെയ്യണ്ടേ, സംസാരിക്കണ്ടേ? ഇനി ഹാഷ്മി എനിക്കൊരു 3 മിനിറ്റ് സമയം തരൂ. ഇത് ഒന്നാമത്തെ കാര്യം, ഇത് നമ്മുടെ രാജ്യത്തെ ഒരു പൗരന്മാരെയും ബാധിക്കുന്ന നിയമമല്ല. ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് എതിരല്ല. പിന്നെ നിങ്ങളുടെ ഒരു ചോദ്യം, ആ ചോദ്യം ഒരു പെർട്ടിനൻറ്റ് ക്വസ്റ്റ്യനാണ് ഇവിടെ ഉയരുന്നത്. അതിൻ്റെ ഒരു ഹാഫ് ട്രൂത്ത് മാത്രമേ ആവുന്നുള്ളെങ്കിൽ പോലും എന്തുകൊണ്ട് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിങ്ങൾക്കല്ലാത്തവർക്കും മാത്രം കൊടുക്കുന്നു? ഇത് വിവേചനമല്ലേ എന്നുള്ളതൊരു പെർട്ടിനൻറ്റ് ക്വസ്റ്റ്യനാണ്. ഞാൻ അതിന് മറുപടി പറയാം. ഇതാണ്, ഈ നിയമത്തിന് വിഭജന കാലം മുതലുള്ള ഒരു ചരിത്രമുണ്ട്. 1947 വിഭജനത്തെ തുടർന്ന്
ഇവിടെ നിന്ന് നമ്മൾ ആ കാലത്ത് ഇത് ഒരുപാട് ചർച്ച ചെയ്താണ്. ഇതിലെ പ്രശ്നം എന്താണ് ശ്യാമപ്രസാദ്, ഇപ്പൊ ഇവിടെ ജനിച്ചു വളർന്ന പൗരന്മാരായ ആർക്കും മുസ്ലിങ്ങളാവട്ടെ ഹിന്ദുക്കളാവട്ടെ ഇവിടെ ജനിച്ചു വന്ന പൗരന്മാരായ ആരുടെയും പൗരത്വം എടുത്തു കളയാൻ BJP അപ്പുറം വെച്ച് നടക്കും. അത് നടക്കില്ല. അത് താങ്കൾ പറയണ്ട. അത് ആരുടെ ഔദാര്യമോ അല്ല, അതാരും പറയും വേണ്ട. അത് അങ്ങനെ തന്നെയാണ്. അതിപ്പോ ആരെങ്കിലും വിചാരിച്ച് നടക്കുന്ന കാര്യമാണോ? നടക്കില്ല. ഇവിടെ പ്രശ്നം എന്താണ്? മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിർണ്ണയിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ രാജ്യം ചരിത്രത്തിൽ ആദ്യമായി പോയി. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് പറയുന്നത്. വസ്തുത പൊതുജന പ്രേക്ഷകർ കേൾക്കുന്നതിൽ നിങ്ങൾ മതാടിസ്ഥാനത്തിൽ 3 രാജ്യം പോലും അല്ല, മതാടിസ്ഥാനത്തിൽ പൗരത്വം നിർണ്ണയിക്കുക എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണോ ഷാബു? നിങ്ങൾ അതിനെ ഭയപ്പെടുന്നു. സർ, മതാടിസ്ഥാനത്തിൽ ചെറിയ ചോദ്യം, ചെറിയ ചോദ്യം. നമ്മൾ ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുൻപ് മതാടിസ്ഥാനത്തിൽ പൗരത്വ നിർണ്ണയം ഭരണഘടനയ്ക്ക് അനുസൃതമാണോ ഷാബു പ്രസാദ്? എനിക്ക് പറഞ്ഞതേ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ആക്കിയേ പറ്റുള്ളൂ. എനിക്ക് ഇത് 1950 നെഹ്റുവും ലിയാഖത്ത് അലി ഖാനും ചേർന്നുണ്ടാക്കിയ ഒരു പാക്റ്റ് ഉണ്ട്. അതാത് രാജ്യങ്ങളിലെ മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം, അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നുള്ളത്. ഇന്ത്യ ആ വാക്ക് പാലിച്ചു, പാകിസ്ഥാൻ അത് പാലിച്ചില്ല. അപ്പോൾ ആ പാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അവിടെ റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്ന ആ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഭാരതത്തിനുണ്ട്. ഇത് അന്ന് ജവഹർലാൽ നെഹ്റു കൊടുത്ത വാഗ്ദാനമാണത്. അതിനുശേഷം ഗുൽസാരിലാൽ നന്ദ എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ ജവഹർലാൽ നെഹ്റു അന്നത്തെ ആസാം മുഖ്യമന്ത്രിക്ക് എഴുതിയ ഒരു കത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ എന്താണെന്ന്? മുസ്ലിം ഇല്ലീഗൽ യു ഹാവ് ടു സെഗ്രിഗേറ്റ് മുസ്ലിം. സർ, നെഹ്റു ആണല്ലോ ഇപ്പൊ എല്ലാത്തിനും കുറ്റം. എന്റെ ചോദ്യം വളരെ ലഘുവായ ചോദ്യം. സർ, വളരെ ലഘുവായ ചോദ്യം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പറയുന്നത് ഭരണകൂടം ഒരു വ്യക്തിക്കും നിയമത്തിന് മുന്നിലെ തുല്യതയും തുല്യമായ നിയമസംരക്ഷണവും നിഷേധിക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞ ഇക്വാളിറ്റി ബിഫോർ ലോ. സർ, നെഹ്റു ഷാവപ്രസാദ് BJP അധികാരമേറ്റതിനു ശേഷം രാജ്യത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിനും കുറ്റം നെഹ്റു ആണല്ലോ. അതങ്ങനെ നിൽക്കട്ടെ. ശരി, ഞാൻ ഷാബു പറയുന്നത് അംഗീകരിക്കുന്ന അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലവും മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ പ്രസംഗിച്ച അടക്കം ഞാൻ പറയുന്നു. മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ ഇക്കാര്യം അടക്കം പറഞ്ഞത് ഞാൻ അനുസ്മരിക്കുന്നു. ഈ സമയത്ത് ഇവിടെ ചോദ്യം ഇത് ഭരണഘടനാ വിരുദ്ധമാണോ എന്നുള്ളതാണ്. ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മതാടിസ്ഥാനത്തിൽ നിർണ്ണയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. താങ്കൾക്ക് അതിലേക്ക് നേരിട്ട് മറുപടി പറ്റില്ല. കാരണം അതുകൊണ്ടാണത്. ഒന്നും അവിടെ നിൽക്കണ്ട, പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും, അപ്രിയ സത്യങ്ങൾ പറയുക തന്നെ ചെയ്യും. ഈ CAA ചരിത്രം തുടങ്ങുന്നത് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ടാണ്. ആ കാലം വളരെ നീണ്ട ഒരു ചരിത്രം അതിനുണ്ട്. ഈ രാജ്യങ്ങളിലെ റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഭാരതത്തിന്റെ ബാധ്യതയെപ്പറ്റി ആവർത്തിച്ച് ഇവിടെ സർവ്വ സർക്കാരുകളും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 14 അല്ല, ഇത് ഈ രാജ്യം ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14 ഈ രാജ്യത്തെ പൗരന്മാരെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇത് അന്താരാഷ്ട്ര കമ്മിറ്റ്മെന്റ് ആണ്, ഇന്റർനാഷണൽ കമ്മിറ്റ്മെന്റ് ആണ്. വിഭജന കാലത്തുണ്ടായ ആ മുറിവുണക്കുന്നതിന് വേണ്ടി അത് തന്നെയാണ്. അത് തുടങ്ങി വെച്ചത് ജവഹർലാൽ നെഹ്റു പൂർത്തിയാക്കാൻ നരേന്ദ്രമോദി വന്നു. ഒരു വ്യക്തിക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യമായ നിയമ സംരക്ഷണം നിഷേധിക്കാൻ പാടുള്ളതല്ലെന്ന് പറയുന്നത്. ഇപ്പൊ ഷാബു 2014 ഡിസംബർ 31 ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ ഇതെങ്ങനെ ആർട്ടിക്കിൾ 14 വിരുദ്ധമാകും? നിയമം ആർട്ടിക്കിൾ 14 വിരുദ്ധമല്ല. ഈ രാജ്യത്തെ പൗരന്മാരെ സംബന്ധിക്കുന്നതുമല്ല. 2014 ഡിസംബർ 31 യാഥാർത്ഥ്യം. നിങ്ങൾ എന്ത് വേണേ പറയുന്നത്? ഒരു ചർച്ച വന്നിരുന്നത് താങ്കൾക്ക് പറയാനുള്ളത് ആകാശവാണി പോലെ മൻ കി ബാത്ത് പറയുന്നതാണ്. മൻ കി ബാത്ത് മാതൃകയാക്കല്ലേ? കേൾക്കങ്ങോട്ട്. സർ, മൻ കി ബാത്ത് മാതൃകയാക്കല്ലേ? അങ്ങോട്ട് കേൾക്ക്. നിങ്ങൾ ആരും എന്ത് പറഞ്ഞു എന്ന് പറയലാണോ ചർച്ച? അല്ല, ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ പറഞ്ഞോട്ടെ. 2014 ഡിസംബർ 31 മുമ്പ് ഇവിടെ താമസിച്ച ഈ 3 രാജ്യങ്ങളിലെ റിലീജിയസ് മൈനോറിറ്റീസിന് ഇവിടെ പൗരത്വം കൊടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നിയമം. ശരി, ഓക്കെ. എനിക്കറിയാം, നിങ്ങൾ പറയാതെ തന്നെ എനിക്കറിയാം.